ഇപ്പോൾ എല്ലാവർക്കും അറിയേണ്ട കാര്യം ഈ കറപ്ഷൻ എങ്ങനെ ഇല്ലാണ്ടാക്കും എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നു. കറപ്ഷൻ ഇല്ലാണ്ടാക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ നമ്മുടെ മാനേജ്മെൻറ്റ് സിസ്റ്റം അത് ഏത് ഓർഗനൈസേഷൻ വേണേൽ ആയിക്കോട്ടെ, അത് ഗവൺമെൻറ് ആയാലും കൊള്ളാം, ഇനി എന്ത് വേണേലും ട്രാൻസ്പെറൻ്റായിട്ട് എന്താ പറയുക, ഈ കാണുന്ന പൊതുജനം മുഴുവൻ കാണുകയും ഈ മുഴുവൻ ആളുകളുടെയും പബ്ലിക്കിൻ്റെ ഓഡിറ്റിന് വിധേയനാകുക എന്ന് പറഞ്ഞാൽ ഈ ഓഡിറ്റ് ചെയ്യുന്നവരെല്ലാവരും നിങ്ങൾ ഓഡിറ്റ് ചെയ്യുമെന്ന് വിചാരിക്കരുത്. പല പ്രൊഫഷണലിലും ഉള്ള ആൾക്കാരും അൺപ്രൊഫഷണൽ ആണെങ്കിൽ അങ്ങനെ ഇനിയിപ്പോൾ മാനസിക നില തെറ്റിയ ഒരാളാണെങ്കിൽ പോലും അയാൾക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ വേണം അതിനെ മനസ്സിലാക്കാൻ. അങ്ങനെ ഓഡിറ്റ് ചെയ്യുക മാത്രമല്ല, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് സൊല്യൂഷനും എല്ലാവരോടെല്ലാം കണ്ടുപിടിക്കുന്നത്. ഇതെന്താ ഇത്ര മനസ്സിലാക്കാൻ പാട്? പലർക്കും ഇതുവരെ ഇത് പിടികിട്ടുന്നില്ല. എല്ലാവരും ചോദിക്കുന്നത് ഇത് എങ്ങനെ നടക്കും. ഇതിനകത്ത് എൻ്റെ പണിയെന്ന് പറയുന്നത് ഞാൻ ഇതിങ്ങനെ തുറന്ന് കാണിക്കുന്നൊരു സിസ്റ്റമാണ് ഞാൻ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ അതേ ഉള്ളൂ. അതിനകത്ത് പക്ഷേ അങ്ങനെ വെറുതെ അങ്ങനെ എടുത്തങ്ങ് തുറന്ന് വെച്ചതുകൊണ്ട് ശരിയാവണമെന്നില്ല. കുറേ എന്താ പറയുക, ഇതിൻ്റെ തട്ടിപ്പ് നടക്കാൻ സാധ്യതയുള്ള ഏരിയകളിൽ ചെക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ വേണം. ഇനി അഥവാ ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ വിസിബിൾ അല്ലെങ്കിൽ അതിൻ്റെ കണക്കുകൾ കൃത്യമായിട്ട് എന്താ പറയുക മോണിറ്റർ ചെയ്യാനായിട്ട്, ഇപ്പോൾ ഒരു ചിലവായത് എത്ര, കിട്ടിയത് എത്ര, ചിലവായത് എത്ര, അതൊരു വഴിക്ക് നടന്നുകൊണ്ടിരിക്കും. പിന്നെ ഇത് എന്താ ട്രാക്ക് ചെയ്യുന്ന രീതികൾ, ഇതിൻ്റെ ഫ്ലോ നോക്കുന്നത്, പിന്നെ ഓരോ ടൈം ടു ടൈം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ചെക്ക് ചെയ്യുന്നത്. അതായത് ഒരു പണി ചെയ്യാൻ 10 മിനിറ്റ് ആവശ്യമുള്ളെങ്കിൽ ആ 10 മിനിറ്റ് കൊണ്ട് ആ പണി ചെയ്തിരിക്കണം. അല്ലാതെ അത് അരമണിക്കൂർ നീട്ടിക്കൊണ്ട് പോയാൽ അതിനർത്ഥം അവിടെ ഗ്യാപ്പില്ല 20 മിനിറ്റ്സിൽ എന്ത് കറപ്ഷൻ നടന്നതെന്നാണ്. മനസ്സിലായോ? അത് അങ്ങനെ ചെയ്തു പോയാൽ ആർക്കും ഒരു കറപ്ഷനുള്ള സാധ്യത കാണുന്നില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട് അതെങ്ങനെ ഇത് മാനേജ് ചെയ്യുന്നതെന്നുള്ളത്. എല്ലാ നല്ല കമ്പനിയിലും എന്ത് സാധനം വന്നാലും, എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ആവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് ആവട്ടെ, ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ തന്നെ എടുത്ത് നോക്കും. ഒരു വീട് പണിത് തീർക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര ദിവസങ്ങളിൽ തീർക്കണം. അല്ല അതിങ്ങനെ നീണ്ടു പോകുന്നതിന് കാരണം ഫണ്ടില്ലാത്തതുകൊണ്ട് ചിലരുടെ നീണ്ടു പോകാറുണ്ട്. പാലമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല അത് നീണ്ടു പോകുന്നതിൻ്റെ കാരണം എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു പണി, പിന്നെ ഇതൊക്കെ പണിയുന്നതിന് എത്ര രൂപയാണ്, ഇതൊക്കെ എത്ര രൂപയുടെ പ്രൊജക്റ്റ് ആകുന്നു, എന്തോരം സാധനങ്ങൾ ഉപയോഗിച്ചു, ഇതിനെയൊക്കെ ക്വാളിറ്റി എന്താണ്, ഇതൊന്നും നമുക്കറിയത്തില്ലല്ലോ. എല്ലാവർക്കും അറിയാം. എല്ലാ ദിവസവും എല്ലാം കണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഇവിടെ KSRTC ബസ് എത്ര ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ആർക്കും അറിയത്തില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്? അത് KSRTC നഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ മനസ്സിലായി നഷ്ടമാണെന്ന്? എന്തുകൊണ്ട് നഷ്ടത്തിലായി? ഇവന്മാരുടെ അനാസ്ഥ കൊണ്ട് നഷ്ടമായോ അതോ ഇവന്മാർ മുക്കിയോ? എങ്ങനെയാണ് നഷ്ടമായെന്ന് അറിയത്തില്ലല്ലോ. അത് നഷ്ടമാണ് ഏതാണ്ട് കണക്ക് കാണിച്ചാൽ ശരി ഇതാണ് കണക്ക് കഴിഞ്ഞു. അങ്ങനെയല്ല, ടൈം ടു ടൈം ആയിരിക്കണം ഇവിടെ ഓഡിറ്റ് നടക്കുന്നത്. ടൈം ടു ടൈം ചെക്ക് ചെയ്യാൻ എല്ലാവർക്കും പറ്റണം. അല്ലാതെ ഒരു പാർട്ടിസിപ്പേഷൻ ഇല്ലാത്ത ഒരു ഗവൺമെൻറ് സിസ്റ്റത്തിനകത്ത് ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഇന്നത്തെ ടെക്നോളജി അഡ്വാൻസ്ഡ് ആണ്. അവിടെ 5G വരെ എത്തി നിൽക്കുന്നു. പിന്നെ അതുപോലെ തന്നെ AI വന്നിട്ടുണ്ട്. ഇതിനെല്ലാം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ് എന്നല്ല ഏത് സ്ഥാപനവും ട്രാൻസ്പെറൻ്റായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ട്രാൻസ്പെറൻസി വന്നു കഴിഞ്ഞുള്ള ഏക ഗുണമെന്ന് പറയുന്നത് ഫോൾട്ട് എത്ര ഉണ്ടോ, എത്രത്തോളം കറക്ഷൻസ് വേണോ അതെല്ലാം വളരെ ഈസി ആയിട്ട് നടന്നു പോകും. ആരെന്ത് കുറ്റം കണ്ടാലും ചൂണ്ടിക്കാണിച്ചാൽ മതി, അത് കറക്റ്റ് ചെയ്ത് പോകും. പിന്നെ ചിലരുടെ സംശയം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒത്തിരി പേര് ബുദ്ധിമുട്ടുമോ, ഒരുപാട് പേര് ശിക്ഷിക്കപ്പെടുമോ എന്നൊക്കെയാണ്. ഒരിക്കലും അല്ല. ഇത് ശിക്ഷിക്കപ്പെടുത്താനും അങ്ങനെയുള്ള സിസ്റ്റം ഒന്നും അല്ല. നമ്മൾ കളവോ തട്ടിപ്പോ എന്താണോ അത് നടക്കാതിരിക്കാൻ. ഫോർ എക്സാമ്പിൾ, ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു CCTV വെച്ചപ്പോൾ മോഷണങ്ങൾ കുറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ എന്താ CCTV പോട്ടെ, ഈ സൂപ്പർ മാർക്കറ്റിൽ തന്നെ ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ്. അതിന് തപ്പി ഈ സാധനം എടുത്തുകൊണ്ടിരുന്ന പുറത്തോട്ട് കുറേ സാധനം കൊണ്ട് പോയിരുന്നേ പോലീസ് അന്വേഷിക്കേണ്ടി വരും, കളഞ്ഞും പോലീസും കളിക്കേണ്ടി വരും. ഇപ്പോൾ അവിടെ വെച്ച് ആ മോഷണം നിന്നതുകൊണ്ട്, മോഷണം നിൽക്കുകയല്ല, എടുത്താൽ പോലും അവിടെ വെച്ച് തന്നെ പിടിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ വന്നതുകൊണ്ട്, സെൻസർ അടക്കം അടിക്കുന്നതുകൊണ്ട് ആ പ്രശ്നം അവിടെ വെച്ച് തീരുക. പിന്നെ അയാളെ വേണേൽ പോലീസിൽ ഏൽപ്പിക്കണോ വേണ്ടെന്നുള്ള സൂപ്പർ മാർക്കറ്റുകാരൻ്റെ തീരുമാനമായിരിക്കും. പക്ഷേ അതില്ലാന്നെങ്കിലുള്ള അവസ്ഥയെന്ന് ഓർത്ത് നോക്ക്. അപ്പോൾ അതില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിനുള്ളത്. എല്ലാം നമ്മുടെ ഈ പറഞ്ഞ പോലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് എല്ലാം ഉള്ളതെന്ന് വിചാരിക്കുക. അവിടെ തട്ടിപ്പെല്ലാം നടന്നു കഴിഞ്ഞ് ഇവരെല്ലാം കൂടെ മുക്കി അഴിമതി നടത്തി കോഴ മേടിച്ചു, ഇത്ര കോടികൾ നഷ്ടമായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഒരു 5 വർഷം കഴിയുമ്പോൾ ഒരു അവസരം കിട്ടുകയെന്ന് എല്ലാവർക്കും കൂടെ. അങ്ങനെ ഒരു അവസരമില്ല. ഓരോ സെക്കൻഡും നമ്മുടെ അവസരം തന്നെയാണ്. ട്രാൻസ്പെറൻ്റ് ആയി കഴിഞ്ഞാൽ ഓരോ സെക്കൻഡിലും നമുക്ക് നോക്കാം, അറിയാം, പറയാം. നിങ്ങൾക്ക് പലപ്പോഴും പല തെറ്റുകുറ്റങ്ങൾ കണ്ടപ്പോൾ ചൂണ്ടിക്കാണിക്കണമെന്നോ അഡ്രസ്സ് ചെയ്യണമെന്നോ തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ എവിടെ പോയി കറക്റ്റ് ചെയ്യും? എന്ത് ചെയ്യും? ആര് കേൾക്കാൻ? ഇവിടെ അതല്ല. അപ്പം പറയും, അപ്പം കേൾക്കും, അപ്പം തന്നെ നടപടി എടുക്കും. ഈ കേരളം മുഴുവനും കേൾക്കുന്നൊരു പ്രശ്നം. മനസ്സിലായോ? അപ്പോൾ എല്ലാവരും കൂടെ കൂടിയാൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ അതിനൊക്കെ ഇവിടെ ഈ സമൂഹമാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നത്. അല്ലാതെ ഇത് വെച്ചിട്ട് ഒരാളെ അങ്ങ് വിട്ട് അയാൾ കുറേ കൊല്ലം എന്തൊക്കെയോ കാണിച്ചു, അത് കഴിയുമ്പോൾ വേറെ ടീം വന്നിട്ട് ഇവൻ അത് ചെയ്തില്ല, മറ്റേ ചെയ്തില്ല, മറിച്ച് ചെയ്തില്ല, അത്രയും കൂടി അടിച്ചു മാറ്റി നോക്കുമ്പോൾ കോടീശ്വരനുമായിട്ടുണ്ട്. പിന്നെ കേൾക്കാത്ത അലമ്പൊന്നുമില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് 5 വർഷം എടുക്കും ഇതൊക്കെ ഒന്ന് പുറത്തു വരാൻ. ഇനി ഇടയ്ക്ക് വന്നാലോ മാറ്റാനുമില്ല. അങ്ങനൊന്നും അല്ല ഇത് വരേണ്ടത്. ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇലക്ഷൻ്റെ ആവശ്യം പോലും ഇല്ല. ട്രാൻസ്പെറൻസി വന്നു കഴിഞ്ഞാൽ പിന്നെ
ഇലക്ഷൻ പോലും വേണ്ട. എന്ന് വെച്ചാൽ ആരെ എലക്ട് ചെയ്യാനാ? എല്ലാവരും ഒരുപോലെ നിൽക്കുമ്പോൾ എന്തിനു വേറൊരാൾ? മാത്രമല്ല ഈ പണ്ടൊക്കെ ഒരു നേതാവിനും അല്ലെങ്കിൽ ഇങ്ങനത്തെ ലീഡറിനൊക്കെ ആവശ്യം ഉണ്ടാകും. പക്ഷേ ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. ഇന്ന് എല്ലാവരും എഡ്യൂക്കേറ്റഡ് ഒക്കെ തന്നെയാണ്. എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ട കാര്യങ്ങൾ പറയാനും എടുക്കാനും മനസ്സിലാക്കാനും അതിനെന്തെങ്കിലും പരിഹാരം കണ്ടെത്താനും എല്ലാവരും അധ്വാനിക്കുന്നവരൊക്കെ തന്നെയാണ്. അപ്പം നമുക്കിനി വേണ്ടത് ഇങ്ങനത്തെ ഒരു വലിയ ഗവൺമെൻറ് സിസ്റ്റത്തിനകത്ത് ഇരുന്നുകൊണ്ട് കുറേ പേര് ഭയങ്കര കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഏതാണ്ട് ഉണ്ടാക്കി തരേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും കൂടെ ചെയ്യാവുന്ന കാര്യമൊക്കെ ഉള്ളൂ ഇത്. അവിടെ ജോലി ചെയ്യാൻ കുറച്ച് പേരെ ഏർപ്പാടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായി അവരവരുടെ ജോലികൾ മാത്രം ചെയ്താൽ മതി. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ചെയ്യേണ്ട പണികൾ അവർ ചെയ്യുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാൻ ഈ നാട്ടുകാർ മൊത്തം ഇതിനകത്തിരിക്കുന്നതിനേക്കാളും കേൾപ്പെട്ടവർ പുറത്തുണ്ട്. അല്ലേ വേണ്ട, പല രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ശാസ്ത്രജ്ഞന്മാരടക്കം ഇത് മോണിറ്റർ ചെയ്യും. അറിയോ ഇത്? കാരണം തന്നെ ഇത് മൊത്തം ഒരു കേരളത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഒരു സമൂഹത്തെ മുഴുവനായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലേ ഇവർ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് എന്ത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്താ ചൂണ്ടിക്കാണിച്ചാലും കാണിക്കണം. അതല്ലേ വേണ്ടത്. അല്ലാതെ ഇതിപ്പോൾ ഇങ്ങനെ ഒളിച്ചു മാറ്റിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം തുറന്നിടണം, എല്ലാം കാണണം, എല്ലാം അറിയണം. ഓരോരുത്തർ എത്ര മണിക്ക് ഡ്യൂട്ടിക്ക് വന്നെന്നും പോയെന്നും അവർ അന്നത്തെ ദിവസം എത്ര ഡ്യൂട്ടി ചെയ്തെന്നും എന്തൊക്കെയാണെന്നും ഇന്നത്തെ ആക്ടിവിറ്റീസ് എന്നും എല്ലാ ഉദ്യോഗസ്ഥരുടെയും അറിയണം. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണോ അറിഞ്ഞിരിക്കണം. ട്രാൻസ്പോർട്ട് എത്ര എണ്ണം ഓടുന്നുണ്ടെന്നുള്ളത് ഡെയിലി അപ്ഡേറ്റ്സ് നമുക്കിവിടെ കിട്ടണം. അങ്ങനെ ആയിരിക്കണം ആ സിസ്റ്റം. അല്ലാതെ ഇതിങ്ങനെ ആക്കാനൊന്നും അധികം സമയമൊന്നും എടുക്കത്തില്ല. ഇത് ഞാൻ ആക്കിത്തരാം. ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ തിരുവല്ലയിൽ എനിക്ക് വേണേൽ ഒരു MLA എത്രത്തോളം ട്രാൻസ്പെറൻ്റ് ആക്കാൻ പറ്റും അത്രത്തോളം ട്രാൻസ്പെറൻ്റ് ആക്കി കാണിച്ചു തരാം. പിന്നെ വേറൊരു സംഭവം പറയാനുള്ളത്, നമ്മളൊരിക്കലും ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പല ഓഫീസുകളിലല്ല ഇത് കൊടുക്കേണ്ടത്. ഒറ്റ പോയിന്റിലെ റിക്വസ്റ്റുകളോ എന്ത് ആവശ്യമാണെങ്കിലും കൊള്ളാം, എന്തിനുള്ള ഫോം ആണെങ്കിലും കൊണ്ട് പൂരിപ്പിച്ച് ഒറ്റ സ്ഥലത്തേ കൊടുക്കാവൂ. അത് ആ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് എന്ന് പറഞ്ഞാൽ അത് ഈ MLAയുടെ മന്ത്രിയുടെ ആരുടെയെങ്കിലും ഓഫീസായിരിക്കണം. അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് വേണം മുന്നോട്ട് ഫോർവേഡ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും ഈ പറഞ്ഞ സംഭവങ്ങൾ എവിടെ വരെയായി, ഇതിൻ്റെ എന്താ പറയുക അപ്ഡേറ്റ്സ്. ഈ പറഞ്ഞ സൊമാറ്റോ വരുന്നത് പോലെ അല്ലെങ്കിൽ സൊമാറ്റോയെ കണ്ടാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും കാണാൻ ആ ആപ്ലിക്കേഷനിൽ പറ്റണം. ആപ്ലിക്കേഷൻ എല്ലാവർക്കും കൂടെ കയറി കാണണമെന്നില്ല. എൻ്റെ പേഴ്സണൽ ആപ്ലിക്കേഷനാണ്. എനിക്ക് ആ ടോക്കൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് ഈ റിക്വസ്റ്റ് സ്വീകരിച്ച് കഴിഞ്ഞാൽ ഒരു ടോക്കൺ നമ്പർ കിട്ടും. ആ ടോക്കൺ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ നമ്മളുടെ ട്രാക്കിങ് നമുക്ക് മാത്രം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. അതുപോലെ അതെന്ത് ഈസിയാണ് സിസ്റ്റം. ഞാനതിപ്പോൾ ഇന്ന് രാവിലെ ആലോചിച്ചാട്ടെ. ഇതൊന്നും വലിയ ദൂരം ഒരുപാട് നേരം ഇരുന്ന് ആലോചിച്ച് കിട്ടുന്ന സാധനമൊന്നുമില്ല. ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഇനി ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിന് സിമ്പിളായിട്ട് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ അത്രേ ഉള്ളത്. ഇനി ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് ഈ സിംപ്ലിസിറ്റി ആകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞതിനകത്തൊന്നും തട്ടിക്കാനും വെട്ടിക്കാനോ അല്ലെങ്കിൽ ഉടായിപ്പിക്കാനോ ഒരു പ്ലാനിങ് ഇല്ല. നമുക്കെല്ലാം ഓപ്പൺ ആക്കി വെച്ച് ഇത് കൂടുതൽ ഈസി ആക്കാൻ നമ്മൾ ശ്രമിച്ചാൽ എല്ലാ കാര്യവും ഈസിയാണ്. മനസ്സിലായില്ലേ? എല്ലാവർക്കും ഈസി ആക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഈസി ആവുക എന്നാണ്. അല്ല അതിനകത്ത് മറച്ചും തുലിച്ചും ഒക്കെ വെച്ചുകൊണ്ടിരുന്നിട്ട് ഉടായ്പ കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് സമയം വേണ്ടെന്ന് ഒത്തിരി ചിന്തിക്കുന്നത്, ഓരോരുത്തരെ പറ്റിക്കാൻ വേണ്ടി സ്ട്രെസ്സ്, പിന്നെ അവന് ഈ ചതിയും വഞ്ചനയും കുതികാൽ വെട്ടും കുത്തിത്തിരിപ്പും പിന്നിൽ നിന്ന് കുത്തലും ഈ ഉടായ്പ എല്ലാം കാണിക്കേണ്ട ആവശ്യം എന്താ? മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ നടത്താൻ നോക്ക്. അതിനുള്ള സമയമായി. ഈ വന്ന കാലത്ത് ഇങ്ങനൊന്നും ജീവിക്കരുത്. മനസ്സിലായോ? എല്ലാവരോടും സഹകരിച്ച് തന്നെ ജീവിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര സൂപ്പറാണ് കേരളം. കേരളം എന്നല്ല, ഏത് ലോകത്തിൻ്റെ ഏത് മൂലയും സൂപ്പറാണ്. മാവേലി നാട് പണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒരുപോലെ, കളവുമില്ല ചതിവുമില്ല ഇല്ലോളമില്ല പൊളിവചനം. ഇതൊക്കെ പ്രാവർത്തികമാകാനായിട്ട് 5G ഒക്കെ വന്നാൽ നടക്കും. അതിന് മുമ്പ് ഇത് പറ്റത്തില്ല എന്ന് കേട്ടോ. ടെക്നോളജി ഇത്ര അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് മാത്രം തന്നെ എനിക്കിത് പറയാൻ പറ്റുന്നത്. ഇതിന് മുമ്പ് ഇത് പറയാൻ പറ്റത്തില്ല എന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ഇത്രയും അഡ്വാൻസ് ടെക്നോളജീസ് ഇല്ല. അപ്പോൾ നമുക്ക് ട്രാൻസ്പെറൻസി ഒന്നും കൊണ്ടൊന്ന് കാണിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മൊത്തം ഒരു പേപ്പറിലാക്കി എല്ലാവരുടെ അടുത്തോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ എത്ര പേപ്പർ വേണ്ടി വരും? ഇന്ന് ആ പേപ്പർ അല്ലല്ലോ. ഇപ്പോൾ ഒരു ചെറിയ ക്ലിക്കിൽ ഇതെല്ലാം നിങ്ങൾ ബാക്കിയുള്ള സ്ഥാപനങ്ങളെല്ലാം കാണുന്നില്ലേ? പിന്നെ എന്തുകൊണ്ട് ഗവൺമെൻറ് കാണുന്നില്ല? ഗവൺമെൻറ് ആയിരിക്കണമായിരുന്നു ഇത് ആദ്യം ചെയ്യേണ്ടത്. അല്ലാതെ ഈ സൊമാറ്റോ സ്വിഗ്ഗിയും യൂബറും ഒന്നും അല്ല. അത്ര ഫാസ്റ്റായിട്ട് വേണം നമ്മുടെ ടെക്നോളജി നമ്മളത് ഈ സൗകര്യങ്ങളെല്ലാം ഉപയോഗിച്ച് നമ്മളുടെ ഇവിടുത്തെ സ്കൂളും ആശുപത്രിയും എല്ലാം ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്തുള്ള ഏറ്റവും വലിയ പോരായ്മ എന്ന് പറഞ്ഞാൽ 3 സിലബസുകളാണ്. ഈ 3 സിലബസിയുടെ ആവശ്യമില്ല. ICSE, CBSE, കേരള സിലബസ്. ഈ 3 സിലബസ് വേണ്ട, ഒറ്റ സിലബസ് മതി. അതൊരു ഇൻ്റർനാഷണൽ സിലബസ് ആയിരിക്കണം. ആ സിലബസ് ഫോളോ ചെയ്തുകൊണ്ട് ഇവിടെയുള്ള എല്ലാ കുട്ടികളെയും ഒരുപോലെ എഡ്യൂക്കേറ്റ് ചെയ്യണം. അല്ലാതെ ഈ 3 തട്ടുണ്ടല്ലോ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത്, ഈ 3 തട്ട് അതൊരു അപകടം പിടിച്ച തട്ടാണ്. നേരത്തെ ജാതി വ്യവസ്ഥയോ മതമോ ഇതൊന്നും അല്ല. അത് അതുക്കും മേലെയുള്ളൊരു തെണ്ടിത്തരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ജാതി കൊണ്ട് മറ്റേ കൊണ്ട് മറിച്ചുകൊണ്ട് പറഞ്ഞാൽ ഇപ്പോഴും ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ അതല്ല അവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം 3 തട്ടിലുള്ള വിദ്യാഭ്യാസമാണ്. ഈ സാധനം ഒറ്റ സിലബസേ പാടുള്ളൂ. ഒരു കുട്ടി ജനിച്ച് ഒരു വിദ്യാഭ്യാസം കിട്ടുന്ന സമയത്ത് അതിന് ബുദ്ധി കുറവായതുകൊണ്ടാണ് ഈ സിലബസ്, മറ്റൊരു ബുദ്ധി കൂടുതലായതുകൊണ്ടാണ് ആ സിലബസ്. അങ്ങനെയല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല. എല്ലാവരെയും ഒരുപോലെ പഠിപ്പിക്കുക. അതിനകത്തൊന്ന് പിന്നീട് കഴിവ് കുറഞ്ഞെന്നല്ല പറഞ്ഞാൽ പഠിക്കാൻ കഴിവില്ലാത്തവർക്ക് കളിക്കാൻ കഴിവുണ്ടാകും. കളിക്കാൻ കഴിവില്ലാത്തവന് ചിലപ്പോൾ എന്താ പറയുക എന്തെങ്കിലും ഉണ്ടാക്കുക. ഇപ്പോൾ കാർപ്പൻ്റർ ആവാം, പെയിൻറ്റർ ആവാം, ചിലപ്പോൾ അയാൾ ചിലപ്പോൾ ഒരു ഗിറ്റാറിസ്റ്റ് ആയിരിക്കും. അങ്ങനെ ടാലൻറ്റുകൾ കണ്ടെത്തിയാൽ നമുക്കിവിടുന്ന് മെസ്സിയും റൊണാൾഡോയും മറ്റേ എന്താ പറയണ്ടേ മൈക്കിൾ ജാക്സനും ഒക്കെ ഉണ്ടായിരുന്നിരിക്കും. അല്ലാതെ ഇവിടുത്തെ കലാകാരന്മാരുണ്ട്, അല്ലെങ്കിൽ പലതരത്തിൽ കഴിവുള്ളവരുണ്ട്. പക്ഷെ അവരെല്ലാം ഇപ്പോൾ ഏതോ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, ഏതോ ഓഫീസിലിരിക്കുക. അവരൊക്കെ ഇരുന്ന് ഇങ്ങനെ മനസ്സിൽ മൊത്തം ഗിറ്റാറായിരിക്കും, പക്ഷെ അവൻ അടിക്കുന്നത് ടൈപ്പ് റൈറ്ററിലായിരിക്കും.
മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഈ നാട്ടിലുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല. നിങ്ങൾ ഓരോരുത്തരും പഠിച്ചതും ഇഷ്ടപ്പെട്ടതും എല്ലാം നിങ്ങൾ ഇഷ്ടപ്പെട്ട ജോലിയിലാണ് നിങ്ങളിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. അല്ലല്ലോ DJ ആവേണ്ടവൻ ആശുപത്രിയിൽ ഇപ്പോൾ ഡോക്ടറായിരിക്കും ചിലപ്പോൾ. അതുമല്ല ചിലപ്പോൾ വലിയ ഷൂ മേക്കർ ആവേണ്ടവനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ചിലപ്പോൾ ഇപ്പോൾ അവിടെ ട്രാൻസ്പോർട്ട് ബസ് ഓടിക്കുമായിരിക്കും. അതായിരിക്കും ഈ ആക്സിഡൻറ്റ് ഉണ്ടാക്കുന്ന അയാൾക്ക് ആ സൗകര്യത്തിൽ നിന്ന് ഓടിച്ചാൽ പോരുന്ന അയാൾക്ക് മറ്റേ കാറ് തന്നെ വേണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഓരോരുത്തരുടെ ടാലൻറ്റിനനുസരിച്ചിട്ടും ഓരോരുത്തരുടെ സ്കിൽസും ഒക്കെ ഡെവലപ്പ് ചെയ്യേണ്ട രീതിയിലുള്ളൊരു വിദ്യാഭ്യാസം ഇവിടെ ഇല്ല. ഇവിടെ ആർക്കും ഇല്ല. എല്ലാവരും ഒരുപോലെ പഠിപ്പിക്കുക, എല്ലാം കൂടെ തള്ളിക്കയറ്റി അങ്ങോട്ട് വിടുക. നമ്മളൊരു പടം കണ്ടിട്ടില്ല, ആനയെ ആടിനെയും മാനിനെയും മണ്ണാനെയും എല്ലാം കൂടെ പിടിച്ച് കുരങ്ങിനെ എല്ലാം പിടിച്ച് ചെയ്തിട്ട് എല്ലാവരും പറയാം മരം കയറാൻ പറയും. അതിനകത്ത് കയറാൻ കഴിവില്ലാത്ത ആനയൊക്കെ മണ്ടനാണെന്നാണ് ഇവർ പറയുന്നത്. എന്ന് പറഞ്ഞതിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം എവിടുത്തെ സിസ്റ്റം അങ്ങനെ അല്ല ചെയ്യേണ്ടത്. ഇൻ്റർനാഷണൽ സിസ്റ്റത്തിൽ അങ്ങനെ അല്ല. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് മാറ്റാനുണ്ട്. ഇതൊന്നും മാറ്റാൻ അധികം നേരം വേണ്ട. വെറും നിസ്സാര നേരം കൊണ്ട് വിതിൻ വെരി ഫ്യൂ അവേഴ്സ് നമുക്ക് തീർത്തെടുക്കാം. ഇത് മണിക്കൂറുകൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. എത്ര മണിക്കൂറിനുള്ളിൽ നമുക്ക് ഇതൊക്കെ ആക്കിയെടുക്കാമെന്ന് ഞാൻ പറയത്തുള്ളൂ. കുറച്ചേറെ